ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായ രീതിയിൽ വന്നാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഉടച്ചു കൊടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കേണ്ട രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളവരത് ഇട്ട് കൊടുത്ത് നോക്കാം. നന്നായിട്ടൊന്ന് അത് യോജിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചപ്പാത്തിയാണ് വേണ്ടത്. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായ രീതിയിലാണ് ചപ്പാത്തി തയ്യാറാക്കേണ്ടത്. അപ്പോൾ കനം കുറച്ചിട്ട് ഒന്ന് സോഫ്റ്റായ രീതിയിൽ നമുക്ക് ചപ്പാത്തി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ മസാലക്കൂട്ട് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണിത്. ഇനി നമുക്ക് 2 സൈഡും ഇതിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ മസാലകളൊന്നും പുറത്ത് പോവില്ല. കുട്ടികൾക്കും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒന്നും കൂടിയാണിത്. കറിയുടെ ആവശ്യം കൂടിയില്ലല്ലോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.